إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمثالكم وما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത മേഖലയിലുള്ള പെരുമാറ്റ മര്യാദകളാണ് കഴിഞ്ഞ ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോടും സ്ത്രീകളോടും ശത്രുക്കളോടും അടക്കമുള്ള കൃത്യമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതായി നാം പഠിക്കുമ്പോൾ ഓരോ മേഖലയിലും നമ്മുടെ പെരുമാറ്റം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ആത്മവിചിന്തനമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൃഗങ്ങളോടുള്ള പെരുമാറ്റത്തിലും നമുക്ക് കൃത്യമായ ചില മാതൃകകൾ കാണിക്കാൻ സാധിക്കും. നാം ആദ്യം ഓതി വെച്ച ആയത്ത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജന്തുക്കൾ, വലാ ത്വാഇരിൻ യതീറു ബിജനാഹി, ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ചിറകുകൾ കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, ഇല്ല ഉമമും അംസാലുക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ തന്നെയുള്ള സമൂഹങ്ങളാണവർ എന്നാണ്. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഒരു
ജീവനുള്ള വസ്തു എന്ന നിലക്ക് മനുഷ്യന് നാം കൊടുക്കുന്ന ഒരു വിലയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള നാൽക്കാലികളാകട്ടെ, ആകാശത്ത് ചിറകുകൾ കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്ന പറവകളാകട്ടെ, അവരും നിങ്ങളെപ്പോലെ തന്നെയുള്ള സമൂഹങ്ങളാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായ അധ്യാപനം. അതുകൊണ്ട് തന്നെ ജീവനുള്ള എല്ലാത്തിനോടും കരുണ കാണിക്കണം എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ ഒരു മാതൃക കൃത്യമായി മനസ്സിലാക്കുകയും ജന്തുക്കളോട്, മൃഗങ്ങളോടുള്ള സമീപനം നാം വളരെ കൃത്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുട്ടികളെപ്പോലും ഉമ്മ വെക്കാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചില അറാബികളായ, ചില കാട്ടറബികളായ ചില ഗോത്രങ്ങളിലുള്ള ആളുകൾ, അവർക്ക് കുട്ടികളെ ഉമ്മ വെക്കുന്നത് പോലും ഒരു തരത്തിലുള്ള ഒരു ജാള്യത തോന്നുന്ന ഒരു അവസ്ഥയുള്ളവരായിരുന്നു. അവരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുട്ടികളെ ഉമ്മ വെക്കുന്ന, അവരോട് ലാളിക്കുന്ന, അവരെ അത്രമേൽ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കാണുമ്പോൾ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണോ കുട്ടി മരണപ്പെടുമ്പോൾ കണ്ണുനീര് വാർക്കുന്നത്? ആ പ്രവാചകൻ തന്നെയാണോ കുട്ടികളോട് ഈ വാത്സല്യത്തിൽ പെരുമാറുന്നത് എന്ന രൂപത്തിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനോട് യോജിക്കാത്ത ഒരു സമീപനം കാണുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏവർക്കും ഏറ്റവും കൂടുതൽ പരിചിതമായ ഒരു വാചകം പറയുന്നത്, പച്ചക്കരളുള്ള എന്തിനും നന്മ ചെയ്യുന്നത് പുണ്യമാണ് എന്നുള്ളത്. അതായത് പച്ചക്കരളുള്ള ജീവനുള്ള എന്തിനോടും നന്മ ചെയ്യുന്നത് പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് കേവലമായ അധ്യാപനത്തിലൂടെ അവിടെ അവസാനിപ്പിക്കുകയല്ല. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഫത്ഹു മക്ക. മക്ക വിജയം എന്നുള്ളത് അത്രമേൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏടാണ്. ആ ഫത്ഹ് മക്കയിലേക്കുള്ള ആ യാത്രക്കിടയിലുള്ള ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ സാധ്യമാണ്. ദുർഘടമായ ചില പാതകളിലൂടെ താണ്ടിക്കൊണ്ട് വേണം 10,000-ഓളം ആളുകൾ വരുന്ന മുസ്ലിം സൈന്യം മക്കയിലേക്ക് എത്താൻ. ആ ദുർഘടമായ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മക്കയിലേക്കുള്ള പാതക്കിടയിൽ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി തിരിച്ചു വിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ശത്രുക്കളുടെ എന്തെങ്കിലും ആക്രമണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന വളരെ രസകരമായ കാര്യം, റസൂല് ആ 10,000-കണക്കിന് വരുന്ന ആ സൈന്യത്തെ വഴിതിരിച്ചു വിടാനുള്ള കാരണം, ആ വഴിയിൽ, ആ നടന്നുകൊണ്ടിരുന്ന വഴിയിൽ ഒരു പട്ടി കുഞ്ഞുങ്ങളെ പാലൂട്ടുകയും അത് പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു നാൽക്കാലി, ആ നാൽക്കാലി കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് 10,000-ഓളം വരുന്ന സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വഴിയിലൂടെ നടത്തിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രത്തോളം ഈ നാൽക്കാലികളോടുള്ള സമീപനം, കൃത്യമായി തന്നെ അവരോടുള്ള കാരുണ്യത്തോടുകൂടുള്ള സമീപനം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു അവസരത്തിൽ ഒരു ഗ്രാമീണൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒട്ടകത്തെ സമ്മാനമായി നൽകുകയാണ്. ആ സമ്മാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആ ഗ്രാമീണൻ മടങ്ങാൻ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനമായി കിട്ടിയ, അല്ലെങ്കിൽ ആ ഗ്രാമീണൻ കൊടുത്ത ആ ഒട്ടകത്തിന്റെ ഒരു അവസ്ഥ കണ്ടുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മക്കളോടൊരു കാര്യം കൽപ്പിക്കണം, ഒട്ടകക്കിടാവിന് നല്ല ഭക്ഷണം ആദ്യം കൊടുക്കണം, ആദ്യം നല്ല ഭക്ഷണം കൊടുത്ത് അവരുടെ ആരോഗ്യം നന്നാക്കണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ പാല് കറക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ഒരിക്കലും ഒട്ടകം മെലിഞ്ഞൊട്ടാൻ ഇടവരരുത് എന്നും, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ നഖങ്ങൾ മുറിക്കണം, അതുപോലെ തന്നെ അകിടിൽ മുറിവ് വരുന്ന രൂപത്തിലാകരുത് നിങ്ങൾ പാല് കറക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ ഗ്രാമീണനെ തിരിച്ചുവിടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒട്ടകത്തോട് അതിന്റെ നഖം മുറിക്കുന്ന വിഷയം, അതുപോലെ തന്നെ പാല് കറക്കുമ്പോൾ അതിന്റെ അകിടിൽ മുറിവ് പറ്റിയാൽ അതിന് വേദന വരും എന്നതടക്കം ചിന്തിച്ചുകൊണ്ട് ആ വിഷയത്തിലടക്കം മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രാമീണനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് റസൂലിന്റെ മുമ്പിൽ വെച്ച് തന്നെ പാല് കറക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ പാല് കറക്കാൻ വേണ്ടി ആ ഗ്രാമീണൻ ഒന്ന് അകിടിലൊന്ന് തട്ടി അടിച്ചുകൊണ്ട്
പാല് കറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും തടയുകയാണ്. ഒരിക്കലും അകിടിൽ അടിച്ചുകൊണ്ട് ആ നാൽക്കാലിക്ക് ഒരു വേദന വരുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പെരുമാറാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ പാല് കറക്കുകയാണെങ്കിൽ അല്പം അതിൽ അവശേഷിപ്പിക്കണം, അതിൻ്റെ മക്കൾക്ക് വേണ്ടി അവശേഷിപ്പിക്കണം എന്നതടക്കമുള്ള ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. അതുപോലെ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂൽ ഒരു യാത്ര പോയൊരു സംഭവം ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഹദീസുകളിൽ. റസൂലിന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാണ്. ഒരു സമയത്ത് റസൂല് കുറച്ച് ദൂരെ പോയൊരു സമയത്ത് അവിടെയുള്ള സ്വഹാബത്ത് ഒരു 2 കുരുവി കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അതിനെ അവർ ഒന്ന് താലോലിക്കുവാനും അവരുടെ കൂടെ കൂട്ടുവാനും വേണ്ടി ആ കുഞ്ഞുങ്ങളെ അവരെടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ പോയി തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് റസൂൽ കാണുന്നത് അതിൻ്റെ അമ്മ കുരുവി ഇവർക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയും അതുപോലെ തന്നെ ചിറക് മണ്ണിലടിച്ചുകൊണ്ട് അതിൻ്റെ വിഷമം കാണിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, ആരാണ് ഈ അമ്മക്കുരുവിയുടെ മക്കളെ എടുത്തത് എന്ന് റസൂൽ ചോദിക്കുകയും അതൊരിക്കലും ചെയ്യാൻ പാടില്ല, ആ അമ്മക്കുരുവിൻ്റെ ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത റസൂലിന്റെ ആ ഒരു മാതൃക നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ വായിച്ച ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു അവസരത്തിൽ ഒരു കഴുത, ആ കഴുതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അതിന്റെ മുഖത്ത് അടയാളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ചെവിയിൽ നിന്നും രക്തം ഉറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ചെയ്തവനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ഒരു ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ആ ഒട്ടകത്തിന്റെ മൂക്കിൽ അടയാളം വെച്ചിരിക്കുകയാണ്. തീ കുത്തിക്കൊണ്ടുള്ള ഒരു അടയാളം വെച്ച ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. പരലോകത്ത് ഈ മൃഗത്തിനു വേണ്ടി തീ കുത്തി അടയാളം വെക്കുന്ന ഒരു പിശാച് വരാനുണ്ട്, ഒരു പ്രതിക്രിയ വരാനുണ്ട്. അതായത് ഒരു ഒട്ടകത്തിന്റെ മൂക്കിൽ തീ കൊത്തിക്കൊണ്ട് ഒരു അടയാളം വെച്ച ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, പരലോകത്ത് നിന്റെ മുഖത്ത് ഇതേപോലെ തീ കുത്തി അടയാളം വെക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട്, പിശാച് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെതായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിടക്കോഴികളെ നാട്ടിക്കൊണ്ട് ഈ കോഴിപ്പോര് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ കോഴികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു ആയുധ പ്രയോഗവും അത്തരത്തിലുള്ള ഒരു വിനോദവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആത്മാവുള്ള ഏതൊരു ജീവിയെയും വെച്ചുകൊണ്ട് ആയുധ പ്രയോഗം നടത്തുന്നതോ ഈ രൂപത്തിലുള്ള വിനോദങ്ങൾ നടത്തുന്നതോ അള്ളാഹുവും റസൂലും ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. ഒന്നാമത്തേത് ഈ രൂപത്തിലുള്ള കോഴിപ്പോര്, അതുപോലെ തന്നെ കാളപ്പോര് പോലെയുള്ള വിനോദങ്ങൾക്ക് വേണ്ടി ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെ അതികഠിനമായ രൂപത്തിൽ തന്നെ അള്ളാഹുവും റസൂലും ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ആ രൂപത്തിൽ ഉപദ്രവം എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ വളർത്തു ജീവികളാണെങ്കിൽ പോലും അവരിൽ അടയാളം വെക്കുന്ന വിഷയമാകട്ടെ, അവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള പാല് കറക്കൽ പോലും വിരോധിച്ചിട്ടുള്ള ഒരു മാതൃകയാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനുമപ്പുറത്തേക്ക് അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന, അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരും പച്ചക്കരലുള്ള എന്ന് വെച്ചാൽ ജീവനുള്ള ആത്മാവുള്ള ജീവികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് നല്ല രൂപത്തിൽ കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എന്നതുപോലെ ഈ വിഷയത്തിലും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഴിവിന്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. മൃഗങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യവും അതേപോലെ തന്നെ സ്നേഹത്തോടു കൂടിയും പെരുമാറണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യാപനം. എന്നാൽ അതേ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെങ്കിലും വിചാരിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് പോലും മൃഗങ്ങളെ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അവരെ അറുക്കാനോ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാടും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇതിന്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഒരേ സമയത്ത് കാരുണ്യവും സ്നേഹവും എല്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാം പ്രായോഗിക മതം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവികൾ മറ്റു ജീവികളെ ഭക്ഷിക്കാതെ ഈ ലോകം മുന്നോട്ട് പോകില്ല. അതാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ. എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും വെജിറ്റേറിയൻസ് എന്നൊക്കെ പറയുമ്പോൾ പോലും ജീവനുള്ള സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ടല്ലാതെ
വേദന പോലും സസ്യങ്ങൾക്ക് അനുഭവിക്കുമെന്നുള്ളതാണ് പുതിയ ശാസ്ത്ര പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ വേദന പോലും അനുഭവിക്കുന്ന സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മൃഗങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് ഭക്ഷണമായിക്കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന്റെ വ്യവസ്ഥ തന്നെ താളം തെറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതെങ്കിലും ഇരപിടിക്കുന്ന ജീവികൾ ഇല്ലാതായാൽ ആ ഇരകളായ ജീവികളുടെ അവരുടെ എണ്ണം കൂടുന്നതും അവർക്ക് തന്നെ പട്ടിണിയാകുന്നതും ഒക്കെ ഈ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ സാധ്യമായ ഏതെങ്കിലും ഇരപിടിക്കലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ പാടില്ല എന്നോ അല്ലെങ്കിൽ അത് നിർത്തുകയോ ചെയ്താൽ സംഭവിക്കുന്നത് നേർ വിപരീതമായ ഒരു കാര്യമായിരിക്കും. നമുക്കറിയാം, ഇന്ത്യയിൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഗോവധ നിരോധനത്തിലൂടെ പശുക്കളോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ പശുക്കളുടെ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ്. പക്ഷേ അത് നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് സാധാരണ രീതിയിൽ പശുക്കളെ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ കഴിഞ്ഞാൽ കറവ പറ്റിയാൽ അവരെ അറുത്തുകൊണ്ട് മാന്യമായ രൂപത്തിൽ തന്നെ അതിനെ ഭക്ഷണമാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. എങ്കിൽ അത് നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കണ്ടത് കറവ പറ്റിയ പശുക്കളെ പിന്നെ അതിന്റെ യജമാനന്മാർക്കും വേണ്ട അല്ലെങ്കിൽ അതിന്റെ ആളുകൾക്കും വേണ്ട, അവരെ ഒന്നുമില്ലാതെ തെരുവുകളിലേക്ക് വിടുകയും അവർ പട്ടിണി കടന്ന് എല്ലും തോലുമായി കൊണ്ട് എവിടെയെങ്കിലും നരകിച്ച് ചത്തുപോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അറവ് എന്നുള്ളത് പോലും ഒരു ജീവിയോട് ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന കരുണയുടെ കൂടി ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെയോ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ചില ആളുകളെങ്കിലും മൃഗങ്ങളെ, നാൽക്കാലികളെ കഴിക്കാൻ പറ്റുമോ, അവരെ ഭക്ഷണമാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാം സൃഷ്ടിച്ച, എല്ലാം അറിയുന്ന പടച്ചവൻ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രപഞ്ചത്തിന്റെ ബാലൻസ്. അത് ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നിരോധിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഇല്ലാതാകുമ്പോഴോ ഒക്കെയാണ് പലപ്പോഴും ആ ബാലൻസ് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അവരെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ മറ്റു പല മതങ്ങളിലും ഉള്ളതുപോലെ ഒരു മൃഗബലി എന്നതിന്റെ പേരിൽ അവരെ കേവലം ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല. മറ്റ് ചില മതങ്ങളിലെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. മൃഗങ്ങളെ ബലി കൊടുക്കും, എന്നിട്ട് അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും. അവിടെയാണ് ഇസ്ലാം വളരെ കൃത്യമായ ഒരു അധ്യാപനം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മൃഗത്തിന്റെ രക്തമോ അല്ലെങ്കിൽ അതിന്റെ മാംസമോ അല്ലാഹുവിന് ആവശ്യമില്ല. പടച്ചവൻ ഒരു ജീവിയുടെയും രക്തവും അതുപോലെ തന്നെ മാംസം ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അതിനെ ബലിയർപ്പിക്കുക. അതിനപ്പുറത്തേക്ക് പടച്ചവന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഏതെങ്കിലും ജീവികളെ ബലി കഴിപ്പിച്ച് അതിനെ ആ രൂപത്തിൽ ഒഴിവാക്കുന്നത് ഇസ്ലാം നിരോധിച്ച ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇങ്ങനെ അറുക്കുമ്പോൾ പോലും അതിനുള്ള മാനവികമായ അല്ലെങ്കിൽ അവരോടുള്ള കാരുണ്യം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരു സമയത്ത് ഒരു ആടിനെ അറക്കുന്ന ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിന്റെ മുമ്പിൽ വെച്ച് തന്നെ കത്തിക്ക് മൂർച്ച കൂട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അതിനെ എത്ര തവണ അറക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതായത് ആടിനെ അറക്കാൻ പോകുന്ന ആടിന്റെ മുമ്പിൽ തന്നെ അതിന് പ്രയാസകരമാകുന്ന രൂപത്തിൽ കത്തിക്ക് മൂർച്ച കൂട്ടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പലതവണ മരിക്കുകയാണ്, പേടിച്ചുകൊണ്ട് പലതവണ മരിക്കുകയാണ്. അതുപോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ദൈവത്തിന് എന്ന പേരിൽ അവരെ വെറുതെ അറുത്തിടാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് ഭക്ഷണമാകാൻ, പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്തവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവിടെ പോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ക്ഷുദ്രജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദാമുൽ അബിയദ് എന്ന് വെച്ചാൽ ഒരു വെളുത്ത നിറമുള്ള വെള്ള പല്ലികളെ ഒറ്റയടിക്ക് കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പല്ലിയെ അങ്ങനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് പോലും വിഷമുള്ള ജീവികളെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അതുണ്ടെങ്കിൽ അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം എന്ന് പറയുന്നത്. അവിടെ പല്ലിയെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ആ ഹദീസിൽ തന്നെ കൃത്യമായിട്ട് പറയണം, ഒറ്റയടിക്ക് നിങ്ങൾ അതിനെ കൊല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറ് എന്ന്. പാമ്പും തേടും പോലെയുള്ള വിഷജീവികൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുകയാണെങ്കിൽ പോലും അതിനെ പരമാവധി ഒറ്റയടിക്ക് കൊല്ലുക എന്നുള്ള അധ്യാപനം പോലും അവർക്ക് കൂടുതൽ വേദനയില്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് വാഹനമായി മൃഗങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സമയത്ത്
ഒരു അവശമായിട്ടുള്ള ഒരു മൃഗത്തിന്റെ മുകളിൽ 3 പേർ യാത്ര ചെയ്യുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹു കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, 3ാമത്തെയാൾ ശപിക്കപ്പെട്ടവനാണെന്നാണ്. അങ്ങനെ അവശനായ ഒരു മൃഗത്തിന്റെ മുകളിൽ 3 പേര് കയറുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും ശപിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി അറബിന്റെ വിഷയത്തിലടക്കം കൃത്യമായ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ തലസ്ഥാനത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിലാണ്. നമ്മളെല്ലാവരും അവരുടെ കൂടെ നമ്മുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ ചില പ്രവർത്തികൾക്കെതിരായി കൊണ്ടാണ് സമരങ്ങൾ. കൃത്യമായ ഏതൊരു രാജ്യത്തിൻ്റെയും ദിശാബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നാഴികക്കല്ലുകളായി ഇത്തരം സമരങ്ങൾ മാറാറുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു നാഴികക്കല്ലായി അത്തരം സമരങ്ങൾ മാറട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേവലമായ ഒരു ആവേശപ്രകടനം എന്നുള്ളതിനപ്പുറത്ത് ഇന്നത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് വിദ്യാർത്ഥികളോടാകട്ടെ, ന്യൂനപക്ഷങ്ങളോടാകട്ടെ, മറ്റ് ഓരോ ജനവിഭാഗങ്ങളോടാകട്ടെ, അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നീതികേടുകളെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനും അതിനെ ബോധവൽക്കരിക്കാനും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസരമായി ഇതിനെ നമ്മൾ ഉപയോഗിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും നിർഭയമായ ഒരു അവസ്ഥ ഉണ്ടാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ദ്രോഹിക്കുന്ന ആളുകളെ നീ കൈപിടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് റബ്ബേ. അവർക്ക് നീ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇപ്പോഴും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സഹോദരന്മാർ യുദ്ധഭീതിയിലാണ് റബ്ബേ. അവരുടെ ഭീതി നീ ഇല്ലാതാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഞങ്ങൾക്കും നീ നിർഭയത്വം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അധിനിവേശ ശക്തികളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കൈകൾ നീ പിടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ പാപങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട പല ആളുകളും രോഗികളാണ് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ നീ പൂർണ്ണമായി ശിഫയാക്കി നൽകണേ അല്ലാഹ്. നിരപരാധികളായ ഒരുപാട് ആളുകൾ പലതരം പേരിൽ, പല കള്ളക്കേസുകളുടെ പേരിൽ ജയിലുകളിലാണ് റബ്ബേ. അവരുടെ മോചനം നീ സാധ്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കളോടും സമൂഹത്തോടും കുടുംബത്തോടും ഇടയോടുമെല്ലാമുള്ള കടമകളിലും കടപ്പാടുകളിലും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم يا رحمن يا مالك الملوك يا عزيز يا جبار انصر إخواننا في فلسطين، انصر إخواننا المسلمين المجاهدين في فلسطين يا رب العالمين. اللهم انصر إخواننا في كل مكان يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب قلوبنا على دينك. رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.